നമസ്കാരം. ഇന്നത്തെ ദിവസത്തിന് അല്പം പ്രാധാന്യമുണ്ട്. ഇന്ന് ഫെബ്രുവരിയിലെ ശനിയാഴ്ച മാത്രമല്ല, ചിത്തിരയും ശനിയാഴ്ചയും ഒന്നിക്കുന്ന അപൂർവ പുണ്യദിനമാണ്. ഈ രണ്ട് കാര്യങ്ങളും, അതായത് ശനിയാഴ്ചയും ചിത്തിര നക്ഷത്രവും ഒന്നിച്ചു വരുന്ന ദിവസത്തിന് ആത്മീയപരമായി മാത്രമല്ല ജ്യോതിഷപരമായും അത്രമേൽ പ്രാധാന്യമുണ്ട്. ഇന്നേ ദിവസം സാക്ഷാൽ ദേവന്മാരുടെ ദേവനായ മഹാദേവനും ധർമ്മശാസ്താവിനും ഹനുമാൻ സ്വാമിക്കും ഒരേപോലെ അത്രമേൽ പ്രാധാന്യമുള്ള ശക്തിയേറിയ ഒരു ദിവസമാണ്. അതിനാൽ ഈ ഒരു ദിവസം ഈ ദേവതകളുടെ അനുഗ്രഹം ഒരു വ്യക്തിക്ക് അഥവാ ഒരു ഭക്തന്, ഒരു ഭക്തയ്ക്ക് എളുപ്പം നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു ദിവസമാണ്. ഇന്നേ ദിവസം പ്രധാനമായും നിങ്ങൾ ഈ പരാമർശിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ജീവിതത്തിൽ അനുഭവവേദ്യമായിരിക്കുന്ന ആ തടസ്സങ്ങൾ അത് ഈ ഒരൊറ്റ ദിവസത്തിൽ ചെയ്യുന്നതായ കാര്യങ്ങളിലൂടെ മറികടക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നതാണ് വാസ്തവം. ഇന്നേ ദിവസം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങളിലൊന്ന് അതിരാവിലെ തന്നെ ക്ഷേത്ര ദർശനം നടത്തണം എന്നുള്ളതാണ്. അതിരാവിലെ തന്നെ ക്ഷേത്ര ദർശനം നടത്തുവാൻ ഏവരും ശ്രമിക്കുക. ഇനി അഥവാ സാധിക്കുന്നില്ല എങ്കിൽ സന്ധ്യാവേളയിലാണ് എങ്കിലും തീർച്ചയായും ദർശനം നടത്തണം. ഇന്നേ ദിവസം ദർശനം നടത്തുമ്പോൾ ഈ പരാമർശിക്കുന്നതായ വഴിപാടുകളിൽ ഒരു വഴിപാടെങ്കിലും നിങ്ങൾ ക്ഷേത്രത്തിൽ നടത്തേണ്ടതായിട്ടുണ്ട്. ഈ വഴിപാടുകൾ ഇന്നേ ദിവസം ഈ പരാമർശിക്കുന്ന ക്ഷേത്രങ്ങളിൽ ഒരെണ്ണമെങ്കിലും നടത്തുകയാണ് എങ്കിൽ നിങ്ങൾക്കത് വളരെ ശുഭകരമായി ഭവിക്കുന്നതാണ്. ഇന്നേ ദിവസം അതിരാവിലെ പ്രത്യേകിച്ചും 4-നും 5-നും ഇടയിൽ, വെളുപ്പിന് 4 മണിക്കും 5 മണിക്കും ഇടയിൽ ഉണരുന്നത് ഏറ്റവും വിശേഷമായി തന്നെ കരുതുന്നു. അതിനാൽ ഇന്നേ ദിവസം ഈ ഒരു സമയത്ത് തന്നെ ഉണരുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി സാധിക്കുന്നില്ല എങ്കിൽ സൂര്യോദയത്തിന് മുൻപായാണ് എങ്കിലും നിങ്ങൾ ഉണർന്ന് കുളിച്ച് ശുദ്ധിയോടെ വിളക്ക് തെളിയിച്ച് ഈ പരാമർശിക്കാൻ പോകുന്നതായ നാമങ്ങൾ കൂടി ജപിച്ച് ക്ഷേത്ര ദർശനം നടത്തുന്നതാണ് ഏറ്റവും ഉത്തമം. അപ്രകാരം ദർശനം നടത്തുന്നതായ അവസരത്തിൽ ഈ വഴിപാടുകൾ കൂടി നിങ്ങൾ നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ശത്രുക്കളുമായി ബന്ധപ്പെട്ട് ദോഷകരമായ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടാകാം. നിങ്ങൾക്കൊരു മേൽഗതി അല്ലെങ്കിൽ ഒരു ഉയർച്ച ലഭിക്കാത്ത വിധം പല വിധത്തിലും പ്രശ്നങ്ങൾ നിങ്ങളെ വേട്ടയാടുന്നുണ്ടാകാം. ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കുവാനും ശത്രുക്കൾക്ക് മേൽ നിങ്ങളുടെ ജീവിതത്തിൽ ശക്തി വർദ്ധിപ്പിക്കുവാനും അവരുടെ ഉപദ്രവം കുറയ്ക്കുവാനും ഈ പരാമർശിക്കാൻ പോകുന്ന വഴിപാടുകൾ നടത്തുന്നത് ഉത്തമമാണ്. മാറാത്ത രോഗങ്ങളുണ്ട് എങ്കിൽ ആ രോഗങ്ങൾക്ക് പോലും ശമനം ലഭിക്കുന്നു എന്നതും ഈ ദിവസത്തിലെ പ്രത്യേകതയായി തന്നെ പരാമർശിക്കാം. ഇന്നേ ദിവസം അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ നടത്തേണ്ടതായ വഴിപാടുകൾ ഇപ്രകാരമാണ്. അതിൽ ആദ്യത്തേത് ധാരയാണ്. രണ്ടാമത്തേതായ വഴിപാട് നെയ്വിളക്കാണ്. മൂന്നാമത്തേതായ വഴിപാട് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയാകുന്നു. ഇനി ഈ 3 വഴിപാടുകളും നടത്തുവാൻ സാധിച്ചില്ല എങ്കിൽ ഇതിൽ ഒരു വഴിപാടെങ്കിലും ഇന്നേ ദിവസം നടത്തുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അതോടൊപ്പം പിൻവിളക്ക് വഴിപാട് കൂടി നടത്തുകയാണ് എങ്കിൽ പൂർണ്ണ ഫലസിദ്ധിയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക. അതിരാവിലെ തന്നെ തീർച്ചയായും നിങ്ങൾ ദർശനം നടത്തി ഈ വഴിപാട് നടത്തണം. സാധിക്കുന്നില്ല എങ്കിൽ സന്ധ്യാവേളയിലാണ് എങ്കിലും തീർച്ചയായും നിങ്ങൾ ദർശനം നടത്തുവാൻ ശ്രദ്ധിക്കണം. ഇനി പരാമർശിക്കാനായി പോകുന്നത് ഹനുമാൻ സ്വാമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്.
ഹനുമാൻ സ്വാമിക്ക് വളരെ വിശേഷപ്പെട്ടതായ ദിവസം തന്നെയാണ് ഇന്ന്. അതിനാൽ ഇന്നേ ദിവസം പ്രധാനമായും ഹനുമാൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും സർവ ഐശ്വര്യപ്രദമാണ്. ജോലി തടസ്സങ്ങൾ അകലുവാനും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുവാനും ശനിയാഴ്ച ദിവസം ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. ഉത്തമമായ ഫലം നിങ്ങൾക്ക് സിദ്ധിക്കും എന്നാണ് പറയുക. അതിനാൽ തീർച്ചയായും ഇന്നേ ദിവസം ഹനുമത് ക്ഷേത്രത്തിലും ദർശനം നടത്തണം. ദർശനം നടത്തുമ്പോൾ ഈ വഴിപാട് കൂടി നിങ്ങൾ നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ആദ്യത്തേതായ വഴിപാട് വെറ്റില മാലയാണ്. ഏവർക്കും ആ വഴിപാട് നടത്തുവാൻ സാധിക്കണം എന്നില്ല. സാധിക്കുന്നവർ നടത്തുക. അതല്ല എങ്കിൽ വെണ്ണ നിവേദ്യമാണ് എങ്കിലും ഇന്നേ ദിവസം നിങ്ങൾക്ക് വഴിപാടായി നടത്താം. ഏതെങ്കിലും ഒരു വഴിപാടെങ്കിലും ഇന്നേ ദിവസം നടത്തുക. കൂടാതെ ഇന്ന് ശനിയാഴ്ച ആയതിനാൽ തന്നെ ശാസ്താവിനെ ഭജിക്കുന്നതും നിങ്ങൾക്ക് പെട്ടെന്ന് ഫലസിദ്ധി വന്നു ചേരുന്നതിന് ഉത്തമമാണ്. ശനിദോഷം അലട്ടുന്നവരാണ് എങ്കിൽ ശനിദോഷവുമായുള്ള ബന്ധപ്പെട്ട കാഠിന്യം, ദോഷത്തിന്റെ കാഠിന്യം കുറയ്ക്കുവാൻ സഹായകരമായ ഒരു ദിവസം തന്നെയാണ് ഇന്ന്. അതിനാൽ ഈ പുണ്യ ദിവസത്തിൽ ഈശ്വരനാമത്തിൽ ചിലവഴിക്കുന്നതും ഉത്തമം തന്നെയാണ്. ഇന്നേ ദിവസം ശനീശ്വരനെ, അതായത് ശനീശ്വര പ്രീതി വരുത്തുന്നതും ഉത്തമം തന്നെയാണ്. ഇന്നേ ദിവസം സാക്ഷാൽ ശാസ്താവിനെയും ഹനുമാൻ സ്വാമിയെയും അതേപോലെ ദേവന്മാരുടെ ദേവനായ മഹാദേവനെയും ഭജിക്കണം. ഇന്നേ ദിവസം വിളക്ക് തെളിയിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യം, നിങ്ങൾക്ക് നെയ്വിളക്ക് വീടുകളിൽ തെളിയിക്കാം. അതേപോലെ തന്നെ ഇന്നേ ദിവസം വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ വെളുത്ത പുഷ്പങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ നീല ശംഖുപുഷ്പം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ശുഭകരമാണ്. ഇന്നേ ദിവസം നീല ശംഖുപുഷ്പം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് വിശേഷം തന്നെയായി കണക്കാക്കുന്നു. വെളുത്ത പുഷ്പവും ശംഖുപുഷ്പവും ഒരുമിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് എങ്കിലും അത് വിശേഷമായി തന്നെ കരുതുന്നതുമാണ്. ഇന്നേ ദിവസം ഈ വഴിപാടുകൾ നടത്തുന്നത് പോലെ തന്നെ പ്രാധാന്യമുണ്ട്. ഇനി പരാമർശിക്കാൻ പോകുന്ന മന്ത്രങ്ങൾ ഇന്നേ ദിവസം ജപിക്കുന്നതിനും, ഈ മന്ത്രങ്ങൾ അതിരാവിലെ നിങ്ങൾക്ക് ജപിക്കാം. അല്ലെങ്കിൽ സന്ധ്യാവേളയിലാണ് എങ്കിലും നിങ്ങൾക്ക് ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. ക്ഷേത്ര ദർശനം നടത്തുന്നതായ അവസരത്തിൽ ഇന്നേ ദിവസം ഈ മന്ത്രം ജപിക്കുന്നതും ഉത്തമം തന്നെയാണ്. സാക്ഷാൽ പരമശിവന്റെ മൂലമന്ത്രമായ ഓം നമഃശിവായ എന്ന മന്ത്രം ഇന്നേ ദിവസം 108 ജപിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. പ്രത്യേകിച്ചും ശിവക്ഷേത്രത്തിലെ ഭസ്മം അണിഞ്ഞുകൊണ്ട് ഈ മന്ത്രം ജപിക്കുകയാണ് എങ്കിൽ പെട്ടെന്ന് ഫലസിദ്ധി വന്നു ചേരാം. സന്ധ്യാസമയത്ത് ശുദ്ധിയോടെ ഭസ്മം അണിഞ്ഞ് ഈ മന്ത്രം ജപിക്കുന്നതും പെട്ടെന്ന് ഫലസിദ്ധിക്ക് കാരണമായി തീരും. ഏറ്റവും ഉത്തമമായ ഒരു മന്ത്രം തന്നെയാണ്. നിത്യവും ജപിക്കുന്നത് പോലും അത്ര വിശേഷമാണ്. ഇനി ഇന്നേ ദിവസം ഹനുമാൻ സ്വാമിയുടെ മൂലമന്ത്രം ജപിക്കുന്നതും ഉത്തമമാണ്. 108 ജപിക്കാം. സാധിക്കുന്നില്ല എങ്കിൽ 21 തവണയാണ് എങ്കിലും ജപിക്കാം. നിങ്ങൾക്ക് രാത്രിയിലാണ് ഈ കാര്യങ്ങൾ കേൾക്കുന്നത് എങ്കിൽ പോലും നിങ്ങൾക്ക് ഈ മന്ത്രജപം നടത്താവുന്നതാണ്. രാത്രി നടത്തുന്നതും നിങ്ങൾക്ക് ഉത്തമമായി തീരും. ശരീരശുദ്ധിയോടെയും മനഃശുദ്ധിയോടെയും ഈ മന്ത്രജപം നടത്തേണ്ടതായിട്ടുണ്ട്. ഹനുമാൻ സ്വാമിയുടെ മൂലമന്ത്രമാണ് ഇനി പരാമർശിക്കുന്നത്. മന്ത്രം ഇപ്രകാരമാണ്: ഓം അം ഹനുമന്തായ ആഞ്ജനേയായ മഹാബലായ നമഃ എന്നാണ്. ഓം ഹം ഹനുമന്തായ ആഞ്ജനേയായ മഹാബലായ നമഃ. ഓം ഹം ഹനുമന്തായ ആഞ്ജനേയായ മഹാബലായ നമഃ. ഓം അം ഹനുമന്തായ ആഞ്ജനേയായ മഹാബലായ നമഃ എന്നാണ്. ഈ മന്ത്രം ഇന്നേ ദിവസം കേൾക്കുന്നത് പോലും അത്ര വിശേഷമാണ്. അപ്പോൾ ജപിക്കുകയാണ് എങ്കിൽ അത്രമേൽ അനുകൂല സാഹചര്യങ്ങൾ, അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും.
ഇന്നേ ദിവസം ശാസ്താവിനെ അല്ലെങ്കിൽ അയ്യപ്പസ്വാമിയെ ഭജിക്കുന്നതും ഏറ്റവും ഉത്തമം തന്നെയാണ്. ഇന്നേ ദിവസം സ്വാമിയുടെ പ്രത്യേകിച്ചും ശാസ്താവിന്റെ മൂലമന്ത്രം 108 ജപിക്കുകയാണ് എങ്കിൽ സർവ ഐശ്വര്യം തന്നെയാണ് ഫലമായി വന്നു ചേരുക. ശനിദോഷത്താൽ പ്രയാസങ്ങൾ നേരിടുന്നവർക്ക് ആ കാഠിന്യം കുറയ്ക്കുവാൻ ഏറ്റവും ഉത്തമമാണ് ശാസ്താവിന്റെ മൂലമന്ത്രം 108 ജപിക്കുക. സാധിക്കുന്നില്ല എങ്കിൽ 21 തവണയെങ്കിലും ജപിക്കേണ്ടതായിട്ടുണ്ട്. മന്ത്രം ഇപ്രകാരമാണ്: ഓം ഗ്രൂം നമഃ പരായ ഗോപ്ത്രേ എന്നാണ്. ഓം ഗ്രൂം നമഃ പരായ ഗോപ്ത്രേ. ഓം ഗ്രൂം നമഃ പരായ ഗോപ്ത്രേ എന്നാണ്. ഈ മന്ത്രവും ഇന്നേ ദിവസം 108 ജപിക്കുന്നത് സർവ ഐശ്വര്യപ്രദമായ ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായും ഇന്നേ ദിവസം ഈ മന്ത്രജപത്തിനും പ്രാധാന്യം നിങ്ങൾ നൽകേണ്ടതായിട്ടുണ്ട്. ഞാൻ ഈ പരാമർശിച്ചിരിക്കുന്നതായ മന്ത്രങ്ങൾ ഇന്നേ ദിവസം ഏവരും ജപിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്നേ ദിവസം സാധിക്കുന്ന ഏവരും നിങ്ങൾക്ക് സാധിക്കുന്നതായ ഒരു സംഖ്യ അന്നദാനത്തിനായി നൽകുന്നത് ഏറ്റവും ഉത്തമമാണ്. അത് 10 രൂപയാണ് എങ്കിലും നിങ്ങൾക്ക് ഉത്തമമായി ഭവിക്കും. അതിനാൽ 10 രൂപയെങ്കിലും ഇന്നേ ദിവസം അന്നദാനത്തിനായി നൽകുകയോ മാറ്റിവയ്ക്കുകയോ ചെയ്യുന്നതും നിങ്ങൾക്ക് ശുഭകരമായി തീരും. ഇന്നേ ദിവസം ഈ കാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക. സർവ്വ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.